നമസ്കാരം. നിങ്ങൾക്ക് ഇവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ പലരും ഇന്ന് സമ്പന്നരുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. ആ സമ്പന്നരുടെ പട്ടികയിൽ പെടുത്തിയിരിക്കുന്ന ദരിദ്രരായിട്ടുള്ളവർക്ക് ഇപ്പോൾ BPL ലിസ്റ്റിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിവേഗം നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കണം. സമയപരിമിതി കുറവാണ്. അതിനാൽ ഈ വീഡിയോ മുഴുവനായി കേട്ട് സാർ പറയുന്നതിന് ശ്രദ്ധയോടുകൂടി കേട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കൊടുത്ത് എത്രയും വേഗം BPL വരുവാൻ വേണ്ട ഒരു പ്രക്രിയ നടത്താവുന്നതാണ്. ുള്ള സാധാരണക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന BPL വിഭാഗം മുൻഗണനാ കാർഡിലേക്ക് മാറുവാനുള്ള അവസരം സർക്കാർ നൽകിയിരിക്കുകയാണ്. ജൂലൈ മാസം 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. BPL റേഷൻ കാർഡിനായിട്ട് അപേക്ഷിക്കുന്നവർ പ്രധാനമായിട്ടും 3 രേഖകൾ ഹാജരാക്കേണ്ടതാണ്. നിലവിലുള്ള റേഷൻ കാർഡ് അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന BPL സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, ഇതുകൂടാതെ വിധവകൾ, ഭവനരഹിതർ, ഗുരുതരമായി രോഗങ്ങളുള്ളവർ എന്നിവരുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് രേഖകളും ഹാജരാക്കേണ്ടതാണ്. എന്നാൽ കാർഡിലെ അംഗങ്ങൾക്ക് സർക്കാർ പൊതുമേഖല ജോലി അല്ലെങ്കിൽ സർവീസ് പെൻഷൻ ഉണ്ടായിരിക്കുവാൻ പാടില്ല. വീടിന്റെ വിസ്തീർണം 1000 ചതുരശ്ര അടിയിൽ കൂടരുത്. പ്രതിമാസ വരുമാനം 25,000 രൂപയിൽ താഴെ ആയിരിക്കണം. സ്വന്തമായിട്ട് 4 ചക്ര വാഹനം ഉണ്ടാകരുത്. കൂടാതെ 1 ഏക്കറിൽ കൂടുതൽ ഭൂമി സ്വന്തമായിട്ട് ഉണ്ടാകരുത്. തുടങ്ങിയ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമേ BPL ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഈ ന്യൂസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ന്യൂസ് അതിവേഗം, വളരെ വേഗം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കുവാൻ, അവർക്ക് BPL ലിസ്റ്റിലേക്ക് വരുവാൻ, ദാരിദ്ര്യം തുടച്ചു നീക്കുവാൻ, റേഷൻ വാങ്ങുവാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിന് ഓരോ വ്യക്തികളും നിങ്ങളുടെ ഓരോ ഷെയറും ചെയ്തുകൊണ്ട് നിങ്ങൾ സഹായിക്കുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസാണിത്. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ നന്ദി.